കണ്ണൂരിൽ മുഴുക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഇന്ന് നോമ്പ് തുറയും ഒപ്പനയും പറ്റിയാൽ ദഫ്മുട്ടും ഒക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഭക്തർ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതൊക്കെ പരിപാടിയൊക്കെ നടത്തുമെന്ന് പറഞ്ഞ മനോഹരൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഹൈക്കോടതി വന്നിട്ട് ഏത് ഇഫ്താർ, എവിടെ, ഏത് നോമ്പ് തുറ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന നിലപാടെടുത്തത്. കാരണം അവിടെ പോസ്റ്ററൊക്കെ അടിച്ചിട്ട് തൊട്ടടുത്ത മഹല്ല് കമ്മിറ്റിക്കാർക്ക് വേണ്ടിയിട്ട് നോമ്പ് തുറ അമ്പലത്തിൽ നടത്തുമെന്ന് തീരുമാനിച്ച തെമ്മാടിത്തരം ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആവിയായിട്ട് പോയി. പക്ഷെ ഞാനത് വളരെ പോസിറ്റീവായിട്ടൊന്നും കാണുന്നില്ല. കാരണം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രങ്ങളുടെ സ്വാഭിമാനം സംരക്ഷിക്കാൻ, വിശ്വാസം സംരക്ഷിക്കാൻ കോടതിയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നിരിക്കുന്നു എന്നൊരു ഗതികേട് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അപ്പോൾ കോടതി ഇടപെട്ടു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഹിന്ദുവിൻ്റെ നട്ടലില്ലായ്മയാണ്, കൊള്ളരുതായ്മയാണ്, അല്ലേ? അതെ, ഇത് കോടതിയിൽ പോകാതെ തന്നെ ഇത്തരം ഈ വൃത്തികേടുകൾ, മറ്റേ പിതാവില്ലായ്മ നിർത്തേണ്ടതാണ് ഹിന്ദുക്കൾ. കാരണം ഇത് നമ്മൾ കുറേ നാളായിട്ട് പറയുന്നതാണ്. ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രമാക്കി ഈ മറ്റേ സോഫ്റ്റ് ഹിന്ദുത്വയിലേക്ക് CPM ശ്രമം നടത്തുന്നത്. ക്ഷേത്രങ്ങൾ മുഴുവൻ അത്യാവശ്യം അവരുടെ കയ്യിലാണ്. അവരുടെ ആളുകളും ഒക്കെ വന്ന് പ്രസംഗിച്ചും ഒക്കെ പോകുന്നുണ്ട്. ക്ഷേത്ര അങ്കണങ്ങളൊക്കെ പാർട്ടി പ്രവർത്തനത്തിന് അവർ ഉപയോഗിക്കുന്നുമുണ്ട്. ഇത് ധാരാളം ഉദാഹരണങ്ങളായി. ഇപ്പോൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നത് തന്ത്രിമാരാണ്. തന്ത്രിമാരെപ്പോഴും ഈ ആചാരത്തിന്മേ മറ്റേ ബലം പിടുത്തമുണ്ട്. ഇങ്ങനെയൊക്കെ മറ്റേ അമ്പലത്തിൽ കാര്യങ്ങൾ നടക്കാവൂ. മറ്റേ ഏരിയ സെക്രട്ടറി പറയുന്ന പോലെയല്ല അമ്പലത്തിലെ കാര്യങ്ങൾ എന്ന് തന്ത്രി പറയും. അതൊരു തടസ്സമാണ്. അതുകൊണ്ട് തന്ത്രിമാരെയും കൂടി എടുത്ത് കളയണം. അതിനുള്ള ശ്രമമാണ് ഈ മറ്റേ ശിവഗിരി സ്വാമി സച്ചിദാനന്ദനെ കൊണ്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലങ്ങൾ കേന്ദ്രമാക്കി ഇപ്പോൾ സത്യത്തിൽ ഇതൊക്കെ BJPക്ക് നല്ലതാണ്. അമ്പലങ്ങൾ തീർച്ചയായും നല്ലതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അത് കുടകിലേക്ക് പോകുന്ന വഴി, കുടകിലേക്ക് കാറിൽ പോകുന്ന വഴി ഒരു സ്ഥലം എത്തിയപ്പോൾ മൃദംഗശൈലേശ്വരി ഈ വഴിക്കാണെന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടപ്പോൾ വലത്തോട്ട്, എന്നാൽ കാർ അങ്ങോട്ട് വിട്, 7-8 കിലോമീറ്റർ അങ്ങോട്ടുണ്ടെന്ന് കണ്ടു, എന്നാൽ അങ്ങോട്ട് വിടെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടർ ജേക്കബ് ഇല്ലേ, അയാളുടെ ഒരു പ്രസംഗമുണ്ട്. അലക്സാണ്ടർ ജേക്കബ് ഒരു കേസ് തെളിയിച്ചത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വന്ന് വഴിപാടൊക്കെ കഴിച്ചു വന്നിട്ട് മാത്രമല്ല, മൃദംഗശൈലേശ്വരിയുടെ വിഗ്രഹം മോഷ്ടാക്കൾ കൊണ്ടുപോയപ്പോൾ അവർക്കത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്തതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ കേട്ടിട്ടുണ്ട്. അതെ, ഒരു മറ്റേ യൂട്യൂബിലോ മറ്റോ എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പോൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രം അങ്ങനെയാണ് ശ്രദ്ധയിലേക്കൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ മൂലസ്ഥാനത്ത് ഒരു സംഗീതോപകരണമാണ് പ്രതിഷ്ഠ, മൃദംഗം. അങ്ങനത്തെ ക്ഷേത്രങ്ങൾ അസാധാരണമാണ്. ഒരു ദേവിയാണ് പ്രതിഷ്ഠയെങ്കിലും മൂലസ്ഥാനത്ത് മൃദംഗം. അങ്ങനെയാണ് മൃദംഗശൈലേശ്വരി എന്നൊക്കെ വരുന്നത്. മുഴക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം തലശ്ശേരിക്കടുത്ത്, തലശ്ശേരിയിൽ നിന്ന് കുടകിലേക്ക് പോകുന്ന വഴിക്കാണ് കയറിപ്പോയത്. അവിടുത്തെ ഞാൻ എല്ലാ അമ്പലത്തിലും പോയാൽ ഈ പുസ്തകം ഐതിഹ്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കും, എന്തെങ്കിലുമൊക്കെ അതിൽ കാണുന്നുണ്ട്. ആ ഐതിഹ്യ പുസ്തകത്തിൽ ഈ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ ആളുകൾ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നോമ്പ് തുറ അമ്പലത്തിൻ്റെ മറ്റേ ഹാളിൽ വെച്ചിട്ട് നടത്താനിരിക്കുകയായിരുന്നു. പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ 2002 മലബാർ ദേവസ്വം ബോർഡ് ഈ അമ്പലം കമ്മിറ്റികൾക്ക്, ഇത് പോർക്കലി കലശ കമ്മിറ്റി എന്നാണ് ഇതിൻ്റെ പേര്, ഈ പോർക്കലി കലശ കമ്മിറ്റിക്ക് ഉള്ള ഉത്തരവാദിത്തം 3 കാര്യമാണ്. ഒന്ന് കൊടിമരം ഉണ്ടാക്കുക എന്നുള്ളത്, പിന്നെ അമ്പലത്തിൻ്റെ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ. ഈ പാർട്ടി ഇഫ്താർ നടത്താനല്ല, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ഉത്സവം, ഈ 3 കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ പ്ലേറ്റ് മാറ്റിയ എക്സിക്യൂട്ടീവ് ഓഫീസറും ഇപ്പം അതിലാണ് പുള്ളി ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാളോടും പറഞ്ഞിട്ടുണ്ട് കോടതി, മലബാർ ദേവസ്വം ബോർഡിനോടും പറഞ്ഞിട്ടുണ്ട്, ഇത് റദ്ദാക്കൂ. അങ്ങനെയൊന്നുമല്ല കോടതി ചെയ്തത്. ഇവരുടെ ജോലി എന്താണ്, ഈ പോർക്കലി കലശ കമ്മിറ്റിയുടെ ആ ജോലിയെ അവർ ചെയ്യാവൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഇവർ നടത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ഹാളിൽ നോമ്പുതുറ നടത്താൻ പോകുന്നു. ഇപ്പോൾ
മറ്റേ അബ്ദുള്ള പറഞ്ഞ നിയമം അനുസരിച്ചിട്ടാണ് ആണെങ്കിൽ ഹിന്ദുക്കൾ നോമ്പ് തുറയിൽ പങ്കെടുത്താൽ കാഫറുകളാണല്ലോ, അവർക്ക് പുണ്യം കിട്ടുമോ? കിട്ടത്തില്ല. ഇല്ലല്ലോ. മാത്രമല്ല അമ്പലത്തിൽ വന്ന് ചെയ്താൽ പിന്നെ തൗബ ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് മുടിഞ്ഞു പോകും മുസ്ലിങ്ങൾ. അതെ. പക്ഷേ അവർ വേണ്ടി വന്നാൽ പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാവും. അങ്ങനെങ്കിലും അമ്പലത്തിന്റെ വിശുദ്ധി നശിപ്പിക്കാമല്ലോ എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. അതുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ വല്ല ഓണസദ്യ, വിഷുസദ്യ ഇങ്ങനത്തേനൊക്കെ വിളിക്കാമായിരിക്കാം. അങ്ങനെ വിളിക്കുന്നത് പോലത്തെ പരിപാടിയല്ല ഈ നോമ്പുതുറ അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്നത്. അതൊരു കംപ്ലീറ്റ് ഇസ്ലാമിക ആചാരമാണ്. ഹിന്ദുക്കൾ നടത്തുന്ന വിഷു, ഓണം ഇതിനൊക്കെ മറ്റേവർ വിളിക്കുന്ന പോലത്തെ പരിപാടി അല്ല ഒരു മുസ്ലിം ആചാരം ഒരു അമ്പലത്തിൻ്റെ വളപ്പിൽ നടത്തുന്ന. അതാണ് അതിലുള്ള ഏറ്റവും വ്യത്യാസം, കുഴപ്പം. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഈ തൗബയുടെ പ്രശ്നം ഇതിൻ്റെ അകത്ത് വരില്ലേ? ക്ഷേത്രം എന്തിനാണ് ക്ഷേത്രാങ്കണത്തിൽ നോമ്പുതുറ നടത്തുന്നത്? ക്ഷേത്രാചാരം എന്താണെന്ന് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നമ്മളെങ്ങനെ പുഷ്പാഞ്ജലി നടത്തണം, കൗണ്ടറിൽ എത്ര അടക്കണം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടില്ലേ? അതല്ലേ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത്? അതിനല്ലേ എല്ലാ അമ്പലങ്ങൾക്കും തന്ത്രി ഉണ്ടല്ലോ. തന്ത്രിമാരും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് CPM കോട്ടയായതുകൊണ്ട് തന്ത്രിയും CPM ആയി പോയോ? എന്താണ് ഇതിൻ്റെ അകത്ത് പറ്റിയത്? തന്ത്രിയോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു വേണം. തന്ത്രിക്ക് വഴി ഇറങ്ങി നടക്കണ്ടേ? ഇടിച്ച് ശരിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഈ പറഞ്ഞ സഖാക്കൾ, ഈ പറഞ്ഞ മഹല്ല് കമ്മിറ്റി, അവിടെ ഒരു മസ്ജിദ് ഉണ്ടാവുമല്ലോ, മോസ്ക് ഉണ്ടാവുമല്ലോ, അവിടെ വിഷുവിന് ഒരു വിഷുക്കണി ഒരുക്കി ഒരു വിഷു സദ്യ ഒരുക്കാമോ? ഓണത്തിനൊരു പൂക്കളമിട്ട് ഒരു ദിവസത്തെ ഓണസദ്യ നടത്താൻ തയ്യാറാവുമോ? എന്തിന് പുതുവർഷമെങ്കിലും അല്ലെങ്കിൽ ക്രിസ്മസ് എങ്കിലും ഒരു പുൽക്കൂട് കെട്ടി അവിടെ ആഘോഷിച്ച് മതസൗഹാർദ്ദം ഉറപ്പിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് മാത്രം മതസൗഹാർദ്ദം. മാത്രല്ല, ഒരു മോസ്കില് നമ്മുടെ ആഘോഷങ്ങളൊക്കെ വിട്ടുകളാ. നോമ്പ് തുറയ്ക്ക് നിങ്ങൾ മൃദംഗശൈലേശ്വരി കമ്മിറ്റി, പോർക്കലി കലശ കമ്മിറ്റി ഇങ്ങോട്ട് വാ എന്ന് പറയുമോ മോസ്കില്? നോമ്പ് തുറക്ക് വേണമെങ്കിൽ അവർ പറയും. മറ്റേ വന്ന് ശാപ്പാടടിക്കുന്ന പരിപാടിയില്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെ കൊണ്ടുകൂടി ഞങ്ങളുടെ മതപരമായ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. അങ്ങനെ പങ്കെടുപ്പിച്ചത് കൊണ്ട് അമ്പലത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുമായിരിക്കും. പക്ഷേ ക്ഷേത്ര കമ്മിറ്റി അവിടെ മറ്റൊരു മതത്തിൻ്റെ ആചാരം അനുവദിക്കുന്നത് പോലെ ഒരു മസ്ജിദിൽ ക്രൈസ്തവൻ്റെയോ ഹിന്ദുവിൻ്റെയോ ഒരു ആചാരം നടത്താൻ സമ്മതിക്കുമോ എന്നുള്ളതാണ്. തിരുവോണം പോലും സമ്മതിക്കില്ല. ഒരു മതസൗഹാർദ്ദം എന്നൊക്കെ അല്ലേ പണ്ട് ഒരു പൂക്കളം ഇട്ട് കാണിക്കാമോ? ഒരു പുൽക്കൂട് വെച്ച് കാണിക്കാമോ? ഓണത്തപ്പന വെക്കുവോ? ഒരു വിഷുക്കണി ഒരുക്കാമോ? ഒരു വിഷു സദ്യ നടത്തി വിളിക്കാമോ? ഈ അബ്ദുള്ള പറഞ്ഞത് വെച്ചിട്ട് വേറൊരു സംശയം കൂടി എനിക്കുണ്ട്, സുനിലിനോട് ചോദിക്കാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ ശബരിമല ക്ഷേത്രത്തിന്റെ അകത്ത് ഈ വാവരിപ്പുണ്ടല്ലോ, അത് തെറ്റല്ലേ? തെറ്റാണ്. ഈ അബ്ദുള്ള പറഞ്ഞ നിയമം അനുസരിച്ച് തെറ്റാണ്. ഇത് മാത്രമല്ല, ഈ എരുമേലി പോകുന്ന അയ്യപ്പന്മാരൊക്കെ എരുമേലി പള്ളിയിൽ അവിടെ അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മണ്ടങ്കണാപ്പന്മാരായ ഹിന്ദുക്കൾ ഇതൊന്നും കാണാതെ അവിടെ കയറി പേട്ട തുള്ളാൻ ചെല്ലുന്നവർ പൈസ ഇടുന്നുണ്ട്. ചാക്ക് കെട്ടുക നിറച്ചാണ് ഈ പൈസ കൊണ്ടുവന്നത്. കാഫിറിൻ്റെ കാശാണ്. തൗബ ചെയ്ത് വിഷമിക്കും, പക്ഷെ കാശ് കിട്ടുന്നതുകൊണ്ട് തൗബ രഹസ്യമായി ചെയ്താലും കുഴപ്പമില്ല. അതെ. അപ്പോൾ അബ്ദുള്ള എന്താണ് പറയുക? വാവരവിടെ ഇരിക്കുന്നത് കൊണ്ട് അയ്യപ്പൻ ഇറങ്ങണം എന്ന് പറയുമോ? വേറൊരു കാര്യമുണ്ട്. മുമ്പ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമികമായ ഒരാചാരം പാലിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ വക്കഫാണ്. ശബരിമല എപ്പോഴേ വക്കഫായി കഴിഞ്ഞു. ആ ലൈനിലേക്കാണ് പോകുന്നത്. മറ്റേത് വാവരെ മാറ്റിയിട്ട് വാവര് ഈ ഹിന്ദു ദൈവത്തിന്റെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് വാവര് തൗബ ചെയ്യണം എന്ന് പറഞ്ഞൊരു വാദം അബ്ദുള്ള ഇതുവരെ ഉയർത്തിയില്ല. മമ്മൂട്ടി തൗബ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ശബരിമല വക്കഫായി പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് അബ്ദുള്ളക്ക് അറിയാം. അതാണ് കാര്യം. പിന്നെ ഈ വാവര് പള്ളി എന്നൊക്കെ പറഞ്ഞ എരുമേലി പള്ളി നടത്തിപ്പുകാരില്ലേ, അവരും തൗബ ചെയ്യണ്ടേ? കാശ് കിട്ടുന്നുണ്ട്. ചക്രം കിട്ടിയാൽ പിന്നെ തൗബ തേങ്ങയാ. അയ്യപ്പന്റെ കൂടെ ഒരു ആള് ഇതും പറഞ്ഞ് നടന്നു എന്ന് പറയുന്നത് തന്നെ വൃത്തികെട്ട പരിപാടിയല്ലേ? അയ്യപ്പൻ നാളെ ഇസ്ലാമായി എന്ന് പറയും, പൊന്നാനി പോയിട്ടുണ്ടെന്ന് പറയും. മറ്റേ വാവര് അങ്ങേരെ പൊന്നാനി പിന്നെ കൊണ്ടുപോയി. അതെ, ഗാന്ധിയുടെ മകൻ വന്നതുപോലെയൊക്കെ അയ്യപ്പനും പറയും. കാരണം ഞങ്ങളൊന്ന് ഭൂരിപക്ഷം കുറച്ചുകൂടെ ഒന്ന് ആയിക്കോട്ടെ, അപ്പൊ കാണിച്ചു തരാം ശബരിമല എന്താന്നുള്ളത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. കാരണം 2047 ഇസ്ലാമിക ഭരണം
ഇവിടെ ശരീഅത്ത് രാജ്യമാക്കണം എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷമാണെങ്കിലും ഇവിടെ ഉണ്ടല്ലോ, അവർ നാളെ ഇതും പറയും. ഇല്ല, വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷമാകുമല്ലോ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു BJP-കാരി രാജീവ് ചന്ദ്രശേഖർ വന്നത് കൊണ്ടൊക്കെ BJP ഇവിടെ ഭരണത്തിൽ വരുന്നൊക്കെ പറയുന്നത് ശരിയല്ല. കേരളത്തിലെ 50% ജനസംഖ്യ തന്നെ മുസ്ലിങ്ങളായിപ്പോയി. ഇവിടെയൊക്കെ അവരുടെ ജനസംഖ്യയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, കൂടുതൽ പ്രസവിക്കുന്നത് അവരാണ്. ഒരു മുസ്ലിം എഴുതിയിരുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിന് എഴുതിയിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും BJP ഇവിടെ അല്ല, UP-യിലും ഡൽഹിയിൽ പോലും മുസ്ലിങ്ങൾ 70% മണ്ഡലത്തിൽ ഇവിടെ 50 അയാൾ പറഞ്ഞുള്ളൂ. കുറെ കഴിയുമ്പോൾ 70% മണ്ഡലങ്ങളിൽ BJP ജയിക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. കുന്ദർ കി ഉത്തർപ്രദേശിൽ ജയിച്ചില്ലേ? ജയിച്ചു. മറ്റേ മുസ്ലിം MP ഒരാള് MLA MP ആയ മണ്ഡലം ഉണ്ടല്ലോ, മറ്റേ ദുബ്രി, ആസാം. അവിടെ പിന്നെ മകനെ നിർത്തിയപ്പോ മകൻ തോറ്റുപോയില്ലേ? മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലൊക്കെ നോർത്തില് പുഷ്പം പോലെ BJP ജയിച്ചു പോരുന്നുണ്ട്. ഇപ്പൊ അയോധ്യയിലോ, ഫൈസാബാദിൽ അയോധ്യയില് അതെ അവിടെയും ജയിച്ചില്ലേ? മറ്റേ പ്രസാദിന്റെ മോൻ തോറ്റുപോയി. അപ്പോ സുഡാപ്പികൾ മാത്രമേ മറ്റേ കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്ത് നോക്കുള്ളൂ. അല്ലാത്ത മുസ്ലിങ്ങളൊക്കെ മാറുന്നുണ്ട്. അത് കേരളത്തിലും വരും. കഴിഞ്ഞ ദിവസം നടൻ ജോസഫ് വിജയ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അയാൾ ഇതുപോലെ ഒരു ഇഫ്താർ പാർട്ടി നടത്തി ചെന്നൈയിൽ. ഈ ഇഫ്താർ പാർട്ടിക്ക് ജോസഫ് വിജയ് ഇഫ്താർ പാർട്ടി നടത്തിയതൊക്കെ ഇസ്ലാമിക മര്യാദ പാലിച്ചിട്ടല്ല എന്ന് പറഞ്ഞൊരു കേസ് വന്നിട്ടുണ്ട്. ജോസഫ് പണി മേടിച്ചത് എനിക്കറിയാം. അതെ, ആവശ്യമില്ലാത്ത പണിക്കല്ലേ പോകുന്നത്. ഇനി മൃദംഗ ശൈലേശ്വരിക്കാര് ഇത് നടത്തിയിരുന്നെങ്കിൽ തന്നെ അവർ പുലിവാല് പിടിക്കുമായിരുന്നു. അല്ല, അതൊന്നും പുലിവാല് പിടിക്കുക, അത് അവരങ്ങ് ഒതുക്കി തീർക്കും. കാരണം അത് പിന്നെ ഒരു തവണ നടത്തിയാൽ പിന്നീട് നമ്മുടെ അവകാശമാണെന്ന് സ്ഥാപിച്ച് എല്ലാ വർഷവും നടത്താലോ. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം വഖഫ് ഭൂമിയിലാണ്. അതാണ് ഇപ്പൊ അത് ശരിയാണ്. ഈ ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ ഇസ്ലാമിക ആചാരങ്ങൾ പാലിക്കുന്ന സ്ഥലങ്ങളെല്ലാം വഖഫാണെന്ന് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതാണ്. അപ്പൊ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനെ വഖഫാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പോർക്കലി കലശക്കം തീരുമാനിച്ചത്. അവിടെ നോമ്പ് തുറന്നു. ജയരാജന്റെ പുസ്തകത്തിൽ ജയരാജന്റെ മറ്റേ മലബാർ മുസ്ലിം എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകം, പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, അതിനകത്ത് പറയുന്നുണ്ടല്ലോ കേരളത്തിൽ 10 പേജ് പറയുന്നത് ഇസ്ലാമിക ശക്തികൾക്ക് വേണ്ടി വഖഫ് പ്രോപ്പർട്ടികൾ പിടിച്ചെടുക്കാൻ എങ്ങനെയൊക്കെ CPM സഹായിച്ചിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതിന് CPM നടത്തുന്ന അടുത്ത സഹായമാണ് നേരിട്ട് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ വഖഫിന് അവകാശവാദം ഉന്നയിക്കാവുന്ന തരത്തിൽ വാർഷിക ആചാരങ്ങൾ, ഇസ്ലാമിക ആചാരങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തി കൊടുക്കുക. അപ്പോൾ കേരളത്തിൽ പൊതുവെ ഈ മാർക്സിസ്റ്റുകൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങളുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. പരിതാപകരമൊന്നുമില്ല, നന്നാവും. കാരണം അത് വഖഫായി കഴിഞ്ഞാൽ പിന്നെ അവർ വഖഫിന് വേണ്ട സ്പെഷ്യൽ ഫണ്ട് കിട്ടും, ഇഷ്ടംപോലെ ഫണ്ടുണ്ട്. അവർ പച്ച പെയിന്റ് അടിക്കും, പച്ച കൊടി വെക്കും. കാപ്പിക്കൊടി പാടില്ലല്ലോ. അത് മറ്റേ പറശ്ശിനിക്കടവ് ഭാഗത്ത് ഒരു ക്ഷേത്രത്തിന് പച്ച അടിച്ചിരുന്നല്ലോ, നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പച്ചയടിച്ചിരുന്നു. നാട്ടുകാർ വന്ന് വേറെ പെയിന്റ് ഒക്കെ അടിച്ചു. അപ്പൊ ഈ ഭീതിതമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോകുന്നത്. ക്ഷേത്രങ്ങളുടെയൊക്കെ മുകളിൽ മിനാരങ്ങൾ വരുന്ന കാലം മറ്റേ ഇഡലി അല്ലേ? അതെ, വിദൂരമല്ല. പക്ഷേ ഹിന്ദുവിന് ഇതൊന്നും കണ്ടാലും കൊണ്ടാലും അറിയില്ല. ഇല്ല, സനാതനധർമ്മമാണ് മഹത്ത് എന്ന് പറഞ്ഞിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.